സ്വരാജിൻ്റെ കൂടെ ഡിഗ്രിക്ക് ഒരേ കാലയളവിൽ ചുങ്കത്തറ മാർത്തോമ കോളേജിൽ പഠിച്ചിരുന്ന ദാനദാസിനെ കാണാൻ ഇടയായത്. അദ്ദേഹം മക്കളും ഭാര്യയും ഒക്കെ ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത്. അഡ്വക്കേറ്റാണ്. ഇപ്പോൾ ദാനദാസ് നമ്മളോട് ചേരുകയാണ്. ഈ ചുങ്കത്തറ കോളേജ് ഒരു കാലത്ത് KSUവിൻ്റെ ഒരു വലിയ ശക്തി കേന്ദ്രമായിരുന്നു. പിന്നീട് സ്വരാജൊക്കെ എത്തിയതിന് ശേഷം നിങ്ങളൊക്കെ ആ ഒരു കാലയളവിൽ പഠിച്ചിരുന്നവരാണല്ലോ ഈ കോളേജ് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ വളരെ ആവേശകരമായ ഓർമ്മകൾ ഉണ്ടാകുമല്ലോ സ്വരാജുമായിട്ടൊക്കെ. ഒരുപാട് നല്ല ഓർമ്മകളാണ്. പിന്നെ ഒരു കാലത്ത് KSUവിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്ന ഒരു ക്യാമ്പസായിരുന്നു. പക്ഷെ പിന്നീട് സ്വരാജിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിരന്തരമായ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആ ക്യാമ്പസ് നമ്മൾ SFIയുടെ ഒരു കോട്ടയാക്കി മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെയാണ് സ്വരാജ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ടും പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായിട്ടൊക്കെ ചുങ്കത്തറ കോളേജിൽ നിന്നാണ് ജയിച്ചു വരുന്നത്. ആ കാലഘട്ടങ്ങളിൽ സ്വരാജിൻ്റെ കൂടെ പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യവും അതുപോലെ തന്നെ സന്തോഷവുമാണ്. ഇന്ന് അദ്ദേഹത്തെ ഈ പര്യടനത്തിൻ്റെ ഭാഗമായി കണ്ടപ്പോൾ ആ പഴയ സൗഹൃദങ്ങളെല്ലാം പങ്കുവെക്കാനും അതുപോലെ തന്നെ അന്ന് ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ഇന്നത്തെ ഈ സ്വീകരണത്തിലേക്ക് എത്തിച്ചേർന്നു. വലിയ സ്വരാജ് അന്നേ ഉജ്ജ്വലനായ പ്രാസംഗികനാണ്. വളരെ മികച്ച ഒരു പ്രാസംഗികനും അതിനേക്കാൾ നല്ലൊരു മനുഷ്യസ്നേഹിയും സംഘാടകനുമായിരുന്നു. ആ ഒരു സ്വീകാര്യതയാണ് ഇപ്പോൾ നാട്ടിലൊന്നാകെ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കൂടെ പഠിച്ചവരൊക്കെ അന്ന് KSUവിലും മറ്റ് രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളിലും ഒക്കെ ഉള്ളവരും ഇപ്പോൾ സ്വരാജിന് വേണ്ടി ഇറങ്ങുന്നുണ്ട്. അതൊരു വലിയ ഒരു കാര്യമല്ലേ? ഒരുപക്ഷെ രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ പല ആൾക്കാരെയും നമ്മളടുത്ത് പറയുന്നുണ്ട്, അന്ന് ഞങ്ങൾ വേറെയൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. എങ്കിൽ ഇത്തവണ സ്വരാജിന് വോട്ട് ചെയ്യും എന്നവർ പറഞ്ഞിട്ടാണ് പോകുന്നത്. കേരള നിയമസഭയിൽ ഇത്തരത്തിലുള്ള ആളുകൾ നിയമസഭയ്ക്കകത്ത് എത്തണമെന്നും ജനങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ ശബ്ദമുയർത്തണമെന്നുള്ളത് ജനങ്ങൾ പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മറ്റു രാഷ്ട്രീയ ആശയങ്ങളുടെ ഭാഗമായി നിൽക്കുന്നവരടക്കം ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജിനെ ജയിപ്പിക്കണം അല്ലെങ്കിൽ സ്വരാജിന് വേണ്ടി വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ രംഗത്തിറങ്ങിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഉഷാറായിട്ട് ഉള്ള പ്രവർത്തനം. മോന്റെ പേരെന്താ? അഭിനവ്. അച്ഛൻ്റെ കൂടെ സ്വരാജിന് വേണ്ടി വന്നതാണ് അല്ലേ? മോന്റെ പേരെന്താ? അഭിനന്ദ്. അപ്പൊ 2 മക്കളും ഉണ്ട്, വൈഫുണ്ട്. എന്താ പേര്? തങ്കമണി. രാജൻ. പാർട്ടി. അപ്പോൾ കുടുംബസമേതമാണ് സഹപാഠിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വിജയത്തിനായി ദാനദാസ് എത്തിയിരിക്കുന്നത്. ക്യാമറാമാൻ അഖിൽ ഷായ്ക്കൊപ്പം ഷമ്മി പ്രഭാകർ, കൈരളി ന്യൂസ്, നിലമ്പൂർ.